ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പുതിയ ഒരു ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ജർമ്മനിയിലെ ക്ലൈനോസ്റ്റൈമിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലൈനോസ്റ്റൈമിലേക്ക് പോകാനുള്ള കാരണങ്ങളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇത് കുരിയച്ചിറ ചർച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ്സ് ചർച്ചാണ്. അവിടെയാണ് നമ്മൾ ഇതുപോലെ ക്ലൈനോസ്റ്റൈം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോർഡ് കാണാനായിട്ട് ഇടയായത്. റവറൽ ഫാദർ ലൂയിസ് എടക്കളത്തൂർ അച്ഛനുണ്ടായിരുന്ന സമയത്താണ് 2005-6 കാലഘട്ടത്തിലാണ് ഈ ഒരു സൈൻ ബോർഡ് അവിടെ സ്ഥാപിക്കാനിടയായത്. ജർമ്മനിയിൽ നിന്ന് ആ ക്ലൈനോസ്റ്റൈം എന്ന് പറയുന്ന ഇടവകയിലെ ആളുകളും അവിടെ വന്ന് നമ്മുടെ കുരിയച്ചിറ പള്ളിയിൽ കുർബാന അർപ്പിച്ചത് ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് വിസ്മയകരമായ ഈ ഒരു ബോർഡ് കാണാനായിട്ട് സാധിച്ചത്. തൃശ്ശൂർ എന്ന് പറയുന്ന നമ്മുടെ ജില്ലയുടെ നമ്മുടെ സ്വന്തം സ്ഥലത്തിൻ്റെ ആ ഒരു ബോർഡ് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. 7499 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്കുള്ളത്. സോ ആ ഒരു യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സോ വെൽക്കം ടു അവർ ന്യൂ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ട്രാവൽ ഓൺ റോഡ്സ്. ക്ലൈനോസ്റ്റൈം വില്ലേജിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പോകുന്ന വഴിയിലാണ് ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടിലേക്കുള്ള ഈ ഒരു ഫ്ലൈറ്റിൻ്റെ എൻട്രി എക്സിറ്റ്, ആ ഒരു ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് കണ്ടെത്തിയത്. അത് നമുക്ക് അവിടെ പൊതുവായിട്ട് വിസിറ്റേഴ്സിന് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഫ്ലൈറ്റ് കാണാൻ വന്നിരിക്കുക അല്ലേ? നമ്മൾ പോകുന്ന വഴി എയർപോർട്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്ലൈറ്റ് പോകുന്ന ആ ഒരു സൈഡ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയുള്ള ദിവസമാട്ടോ. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് കുറച്ചും കൂടി അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിലൊക്കെ നെടുമ്പാശ്ശേരി നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ആ ഒരു വയലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫ്ലൈറ്റ് വ്യൂ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലൊരു ഏരിയ ആണിത്. ഇവിടെ കുറച്ചും കൂടിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. കാരണം ഈ ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഫെൻസിങ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡ് നമുക്ക് കാണുന്നത് ഒരു ഫയർവെയറിൻ്റെ, അതായത് ഫയർ സ്റ്റേഷൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒരു ട്രയലും പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ വരും, ചിങ്കാരി ഇപ്പോൾ വരും. ഇവിടെ നിന്നാൽ മതി, ഈ അറ്റം വരാതെ തന്നെയുള്ളൂ. ഈ വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് നേരം മുമ്പ് ഒരു ഫ്ലൈറ്റ് പോയിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല. ഇന്ന് നല്ല ക്ലിയർ സ്കൈ ആണ്. സോ ഈ ഒരു വിൻ്റർ സ്റ്റാർട്ടാകാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ക്ലിയർ സ്കൈ ഉള്ള ഒരു സമയമാണ്. കണ്ടുപിടിച്ചു, പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് പ്ലെയിൻ വന്നില്ല, ഫ്ലൈറ്റ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലെന്നാ കിർഷേരിക്ക് പോവാം, ചർച്ചിലേക്ക് പോവാം. ചരിത്രപ്രസിദ്ധമായ ഈ ഒരു ക്ലൈനോസ്റ്റൈം എന്ന സ്ഥലത്തുള്ള സെൻറ്റ് ലൗറൻഷ്യസ് ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ക്ലൈനോസ്റ്റൈം വില്ലേജിലേക്കുള്ള ആ ഒരു വഴി. നമുക്ക് ഈ കാണുന്ന വീടുകളും അതുപോലെ തന്നെ അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിലുമാണ് ക്ലൈനോസ്റ്റൈം എന്ന ആ ഒരു വില്ലേജ് പടർന്നു കിടക്കുന്നത്. 1945 ബോംബാക്രമണത്തിൽ അന്നുണ്ടായിരുന്ന ആ ഒരു ദേവാലയം ഭാഗികമായി തകർന്നിരുന്നു. അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ജീവൻ ത്യജിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 1948 സെൻറ്റ് ലൗറൻസ് എന്ന ഈ ഒരു ചർച്ച് പൂർണ്ണമായിട്ടും പണി കഴിച്ച് വരുന്നത്. അന്നുണ്ടായ ആ ഒരു ഫിനാൻഷ്യൽ ചലഞ്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പാരീഷനേഴ്സ് അവിടുത്തെ കമ്മ്യൂണിറ്റിയിലുണ്ടാക്കിയ ആ ഒരു എഫേർട്ടിൻ്റെയും അതുപോലെ തന്നെ അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഫലമായിട്ടാണ് ഈ ഒരു ചർച്ച് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് പറയാൻ കാരണം നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ സാക്രിഫൈസും അതുപോലെ തന്നെ വോളണ്ടിയറി ആയിട്ടുള്ള ലേബറും അവർ ഈ ഒരു ചർച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് സ്വയമായിട്ട് അവരുടെ ആ ഒരു പ്രയത്നം അവിടെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു. കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് നടക്കുകയാണ്.
പള്ളിയിലേക്കുള്ള പ്രധാനപ്പെട്ട ആ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സോ ഗൈസ്, നമ്മളപ്പോൾ ക്ലൈനോസ് ടൈം എന്ന് പറഞ്ഞ ആ ഒരു ഇടവകയിലേക്ക് തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന ഈ ഒരു ചർച്ച്. ക്ലൈനോസ് ടൈം ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സറൗണ്ടിങ്സിലാണ് നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈൻ ബോർഡ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ചിങ്കാരി ഇങ്ങോട്ട് വായോ. ഇവിടെ നമുക്ക് ഒരുപാട് ബോർഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കുരിയച്ചിറ ഉണ്ടോ എന്നുള്ളതൊന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ഡയറക്ഷനിൽ എഴുതി വച്ചിട്ടുണ്ട് കിലോമീറ്റേഴ്സ്. ഇങ്ങനെ ഇതിൽ കുരിയച്ചിറ ഉണ്ട്. ചിങ്കാരി തൃശ്ശൂരുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ ട്രേഡ് മാർക്ക്. ഇപ്പോൾ കുരിയച്ചിറ അല്ല, തൃശ്ശൂരാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതാ കണ്ടില്ലേ, തൃശ്ശൂർ. യെസ്, നമ്മളപ്പോൾ ആ ഒരു തൃശ്ശൂരിൻ്റെ ആ ഒരു ബോർഡ് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ജർമ്മനിയിലേക്ക് വന്ന് നമ്മുടെ നാടിൻ്റെ ആ ഒരു പേരിലുള്ള ആ ഒരു സൈൻ ബോർഡ് കണ്ടതിൻ്റെ ആ ഒരു ആവേശം, സന്തോഷം. ജർമ്മനിയിലുള്ള സുഹൃത്തുക്കൾ, കുരിയച്ചിറയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, ഇത് ഈ ഒരു ചർച്ചിൻ്റെ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാർ എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു യാത്ര ഇങ്ങോട്ടായിരുന്നു. അത് നമ്മൾ മുൻപേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പള്ളിയിലേക്ക് വരണം, ഈ ഒരു പള്ളിയിലേക്ക് വന്നിട്ട് ഈ ഒരു ബോർഡ് നമ്മൾ കണ്ട് ഒന്ന് നിങ്ങളെയും കൂടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു ചർച്ചിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഈ ഒരു ചർച്ചിൻ്റെ കോമ്പൗണ്ടിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ കുരിയച്ചിറ പള്ളിയിലും ഈ ഒരു ചർച്ചിൽ വന്നിട്ട് ലൂയിസ് ഇടക്കളത്തുറച്ചൻ ഈ ഒരു ബോർഡ് വെക്കുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ കുരിയച്ചിറ പള്ളിയിൽ വെച്ചിട്ട് നമ്മളത് എടുത്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൈനോസ് ടൈം സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു ലൗറൈൻറ്റിസ് കിർഷെ, ഈ ഒരു ഫോട്ടോയിൽ പറയുന്നത് 1925 വലിയ ഒരു ചർച്ച് അവിടെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 1948 ഇപ്പോൾ നിലവിൽ കാണുന്ന രീതിയിലുള്ള ചർച്ച് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് വരുന്നതും. അതിനു വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന റെസിഡൻസും അതുപോലെ തന്നെ പാരിഷനേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ സമ്പാദ്യവും അവരുടെ സമയവും അവരുടെ ലേബർ എല്ലാം അവർ ഈ ഒരു പള്ളി നിർമ്മിക്കുന്നതിനായിട്ട് അവർ പ്രയോജനപ്പെടുത്തി എന്നാണ് ആ ഒരു ഫോട്ടോയിലൂടെ പറയുന്നത്. സെൻറ്റ് ലൗറൻഷ്യസ് ചർച്ചിൻ്റെ ആ ഒരു ഉൾഭാഗം ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചുകളും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു പള്ളിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ പള്ളികളെ അനുസ്മരിക്കും വിധം ആ ഒരു വലിയ അൾത്താരയും അതുപോലെ തന്നെ വളരെയേറെ ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു നിർമ്മിതികളും എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ചർച്ചിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടീസ് ബോർഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു നോട്ടീസ് ബോർഡിൽ ആ ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആ സംഭവങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളുമൊക്കെയാണ് അവിടെ കാണാനായിട്ട് പറ്റുക. പിന്നീട് നമുക്ക് തൊട്ടടുത്ത് കാണുന്ന മദർ മേരിയുടെ ഒരു സ്റ്റാച്യുവും അതുപോലെ അവിടെ നമുക്ക് ഇരുന്ന് ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ഇരിപ്പിടങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.
ഈ കാണുന്നത് അവിടെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മെമ്മോറിയലാണ്, വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു വിക്ടിംസ് ഓഫ് വേൾഡ് വാർസ് ആൻഡ് ദ നാസി റെജീം എന്നാണ് അവർ പറയുന്നത്. അതായത് ഫസ്റ്റ് വേൾഡ് വാറും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറും പിന്നീട് 1945 ബോംബിങ്ങിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവൻ പൊലിഞ്ഞ് നഷ്ടപ്പെട്ട ആളുകളുടെ വിവരങ്ങളും ചിത്രങ്ങളുമാണ് ആ ഒരു ബുക്കിൽ നമുക്ക് കാണാനായിട്ടിടയായത്. ഇതാണ് ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ മെയിൻ എൻട്രൻസ് ഏരിയയിലൂടെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ അവർ വെച്ചിരിക്കുന്ന ബുക്ക്ലെറ്റുകളും അതുപോലെ തന്നെ ന്യൂസ് ലെറ്റേഴ്സും എല്ലാം അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ചർച്ചിലേക്ക് വരുന്നവർക്ക് ആവശ്യാനുസരണം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ന്യൂസുകളുള്ള ആ ബുക്കുകൾ, അതുപോലെ തന്നെ പാരീഷനേഴ്സിന് അവരുടെ പാരീഷുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളെല്ലാം ഈ ഒരു ബുള്ളറ്റിൻ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നീട് അവിടെ കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ആ ന്യൂസ് ലെറ്റേഴ്സാണ്. ലോകമെമ്പാടും വേൾഡ് വൈഡായിട്ട് നടത്തുന്ന അവരുടെ ആ മിഷൻ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനത്തെ രീതിയിലാണ് നടത്തുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും അവിടെ നടക്കുന്ന പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസുമാണ് നമുക്ക് ആ ഒരു ഷെൽഫിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ പുറത്തേക്ക് കിടന്നപ്പോഴാണ് ഈ ഒരു വാർ സ്റ്റോൺ നമ്മൾ കാണാനായിട്ടിടയായത്. ഈ ഒരു വാൾ സ്റ്റോണിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഇയറൻ ഗെഫാളൻ ഹെൽഡൻ ഇൻ ദാങ്കെ ബാരർ എർനെറിങ് ദി ഗെമൈൻദെ ക്ലൈനോസ്റ്റൈം. ക്ലൈനോൺസ്റ്റൈമിലെ വീണുപോയ ഹീറോസിന് വേണ്ടിയിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മെമ്മറിക്ക് വേണ്ടി അവിടുത്തെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ ഒരു വാർ സ്റ്റോണാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോഴാണ് ഉൻസറൻ ഒപ്ഫേർൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്ലാക്യൂ അവിടെ കാണാനായിട്ടിടയായത്. ഇത് 1939 മുതൽ 1945 വരെയുള്ള സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തുണ്ടായ ആ ഒരു വിക്ടിംസിൻ്റെ പേരിലുള്ള വലിയ ഒരു മെമ്മോറിയൽ വാളാണ്. ക്ലൈനോസ്റ്റൈം ചർച്ചിൻ്റെ കാഴ്ചകളായിരുന്നു നമ്മൾ ഇതുവരെയും കണ്ടത്. അതിനോടനുബന്ധിച്ചുള്ള പാർക്കിൽ ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു. ചിങ്കാരിക്ക് അതുപോലെ ഒന്ന് റിലാക്സ് ആവാനും വേണ്ടിയിട്ട് നമ്മളും കുറച്ച് നേരം അവിടെ ചെലവഴിച്ചിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാത്രയിലെ വിശേഷങ്ങൾ. തൃശ്ശൂരിലെ കുരിയച്ചിറ ഇടവകയും അതുപോലെ ജർമ്മനിയിലെ ക്ലൈനോസ്റ്റൈം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവുമായിട്ട് ഉള്ള കണക്ഷനും ആ ഒരു ഹിസ്റ്ററിയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അവിടെ രേഖപ്പെടുത്താം. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.